ജിൻഡോ ദ ഗെയിം ചേഞ്ചർ. ജിൻഡോ ഇവിടെ ഗെയിം ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. അതെ, ടണൽ ടീമിനെ പവർ ടീം ആക്കാൻ വേണ്ടി ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് സ്വന്തം ടീമിനെ മാറ്റി നിർത്തി ഒറ്റയ്ക്ക് ജിൻഡോ വന്നിരിക്കുകയാണ്. അതെ, മാനിപ്പുലേഷൻ ചെയ്ത് നമ്മുടെ ജിൻഡോനെ തിരിക്കാനൊക്കെ സായി ഒരുപാട് നോക്കി, പക്ഷെ നടന്നില്ല. ജിൻഡോ ഒറ്റയ്ക്ക് ടണൽ ടീമിന്റെ കൂടെ നിൽക്കുകയാണ്. അതേപോലെ നെക്സ്റ്റ് ടീമും ആരായിരിക്കും ജയിക്കുക? ടണൽ ടീം തന്നെയായിരിക്കും അടുത്ത പവർ ടീം ആവാനുള്ള ചാൻസ്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നടന്നത്, ആരാണ് ഇവിടെ കരുക്കൾ നയിച്ചത്, സ്വന്തം ടീമിന് വേണ്ടി ആരൊക്കെ മുന്നിട്ട് നിന്നു, ആരൊക്കെ മാനിപ്പുലേറ്റ് ചെയ്തു, പവർ ടീമിന് വേണ്ടി നിൽക്കേണ്ട ആവശ്യമുണ്ടോ ഈ ബാക്കിയുള്ള ടീമുകാർക്ക്? എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. വടംവലി മത്സരമാണ്. വടംവലി മത്സരത്തിൽ ഇൻഡിവിജ്വൽ, അതായത് ഓരോരുത്തരായിട്ട് സപ്പോർട്ട് കൊടുക്കാം, ടീമായിട്ട് സപ്പോർട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ പവർ ടീം എന്ന് പറഞ്ഞാൽ നിലവിലെ പവർ ടീം അർജുൻ, റസ്മിൻ, ഗബ്രി, അപ്സര, ഇവരെ കൊണ്ട് സത്യം പറഞ്ഞാൽ ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഒരുപാട് പേർക്ക് അവരെ കൊണ്ട് നെഗറ്റീവ് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം ആദ്യത്തെ ഇതിൽ തന്നെ ഇവർക്ക് സപ്പോർട്ട് കുറവായിരിക്കും. കാര്യം റസ്മിനായിട്ട് പ്രശ്നമുണ്ട്, അർജുനുമായിട്ട് പ്രശ്നമുണ്ട്, അപ്സരയായിട്ട് പ്രശ്നമുണ്ട്. അപ്പൊ ഈ പവർ ടീം തന്നെ കണ്ടിന്യൂ ചെയ്യാൻ ഗബ്രിയായിട്ട് പ്രശ്നമുണ്ട്. മെയിൻലി ഈ അർജുനും ഗബ്രി റസ്മിനും എത്ര പ്രാവശ്യമായി പവർ ടീമിൽ? അവരുടെ ആ കണ്ടിന്യൂഷൻ തടുക്കുക വേണം എന്നാണ് വീട്ടുകാർ ചിന്തിക്കേണ്ടത്, അല്ലാണ്ട് കണ്ടിന്യൂ ചെയ്ത് പോണത് എന്തിനാണ്? പക്ഷെ ഇവിടെ സായി ചിന്തിച്ചത് ഈ പവർ ടീമിനെ നമ്മുടെ കാൽ കീഴി കൊണ്ടുവരണം എന്നാണ് സായി പറയുന്നത്. പക്ഷേ ഇവർക്ക് പവർ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഗബ്രിയൊക്കെ കൊണ്ട് ഈ പറഞ്ഞ വാക്ക് അല്ലെങ്കിൽ കൊടുത്ത വാക്ക് പാലിക്കുമോ? എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഗബ്രി പറയാണ് ഞാൻ നിങ്ങളെ പറയുന്നതെല്ലാം കേൾക്കാം എന്ന് പറഞ്ഞാലും പവർ കിട്ടിക്കഴിഞ്ഞാൽ ഇവർ, എനിക്ക് തോന്നുന്നില്ല ഈ വാക്ക് പാലിക്കും എന്നുള്ളത്. വാക്ക് കൊടുത്തിട്ടുണ്ട്, പക്ഷെ പാലിക്കും തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല ഐഡിയ ഈ പവർ ടീമിനെ താഴെ ഇടണം തന്നെയാണ്. കാര്യം ഇവർ എത്ര ദിവസമായി പവർ ടീമിൽ നിൽക്കുന്നു. ഇതിനകത്ത് ഗബ്രി, അർജുൻ, റസ്മിൻ ഭായി ഒക്കെ എത്ര നാളായി ഈ പവർ ടീമിൽ. ഈ പവർ ടീം തളർത്തുക തന്നെ വേണം എന്നാണ് ഞാനും പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വീട്ടുകാർ നിൽക്കണം. കാര്യം പുതിയ ആൾക്കാർ വരട്ടെ പവർ ടീമിൽ. നിങ്ങളും അതല്ലേ ആഗ്രഹിക്കുന്നത്? നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്ന പുതിയൊരു പവർ ടീമാണ്. അതിപ്പോൾ ടണൽ ആയിക്കോട്ടെ, ഡെൻ ആയിക്കോട്ടെ, നെസ്റ്റ് ആയിക്കോട്ടെ. ഇപ്പൊ ടണലാണ് നിലവിൽ പവർ ടീമിനെതിരായിട്ട് നിൽക്കുന്നത്, അതായത് പവർ ടീമിനെതിരെ മത്സരിക്കുന്നത്. അപ്പോൾ മാക്സിമം ആൾക്കാർ ടണൽ ടീമിനെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുക ഗെയിമിന്റെ ആസ്പെക്റ്റിൽ. ഇവിടെ ഡെന്നിന്റെ ടീം പക്ഷെ സപ്പോർട്ട് ചെയ്തത് ആരെയാണ്? അത് ഡെന്നിന്റെ ടീം എന്ന് പറഞ്ഞാൽ സായിയുടെ ടീം, ജിൻഡോയുടെ ടീം, അവരെ സപ്പോർട്ട് ചെയ്തത് ഗബ്രിയുടെ ടീമിനാണ്. അത് അവരെ കാലിന്റെ അടിയിൽ കൊണ്ടുവന്ന് അവരെ ഭയങ്കരമായ തകർക്കണം എന്ന രീതിയിലാണ് പോയിന്റ് പറയുന്നത്. എന്തൊക്കെ നടന്നെന്ന് പറയാം. ബിഗ് ബോസ് പറയുന്നുണ്ട് വടംവലി മത്സരമാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ ജിൻഡോയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ്. ജിൻഡോ ഏത് ടീമിൽ നിൽക്കും അവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. വടംവലി മത്സരമാണ്. ഒരു തുണി നടുക്കിട്ടേക്കും, ഇപ്പുറത്തും ഇപ്പുറത്തും 2 റെഡ് ലൈൻസ് ഉണ്ട്. മഞ്ഞ റെഡ് ലൈൻ്റെ മുകളിൽ ഒരു തുണി ഉണ്ടാവും. 3 റൗണ്ട് നടക്കും വടംവലി. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ തുണി വലിച്ച് റെഡ് ലൈൻ അപ്പുറത്തും കടത്തി കൊണ്ടുപോകുന്ന ആളാണ് വിന്നർ. ഓക്കെ, ഏത് റൗണ്ടിലാണ് ആദ്യം ഏത് സൈഡ് നിൽക്കണമെന്ന് ക്യാപ്റ്റൻ തീരുമാനിക്കും. ക്യാമ്പയിൻ ചെയ്യണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഒരു ടീമിനെ മൊത്തത്തിൽ എടുക്കാം, അല്ലെങ്കിൽ ഒരു മെമ്പറിനെ എടുക്കാം. അപ്പൊ ഇവർ ആദ്യം നോക്കിയത് ജിൻഡോയാണ്. കാര്യം ജിൻഡോയാണ് ഇതിന്റെ ടെക്നിക്കൊക്കെ അറിയുന്ന ഒരാള്. ജിൻഡോ നിൽക്കുന്ന ടീം വിജയിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പക്ഷേ ജിൻഡോയിനെ ആർക്കും വേണ്ടായിരുന്നു അല്ലേ? ആവശ്യം വന്നപ്പോൾ ജിൻഡോയിനെ വേണം. അപ്പോൾ ഇവിടെ ജിൻഡോ നിർണായക തീരുമാനം അല്ലെങ്കിൽ നിർണായക ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇവിടെ സിബിൻ പറയുന്ന പോയിന്റ്, ജയിക്കുന്ന ടീമിന്റെ കൂടെ നിൽക്കണം, തോക്കുന്ന ടീമിന്റെ കൂടെ നിൽക്കണം. അപ്പൊ ശ്രീരേഖ നന്നായിട്ട് കളിക്കുന്ന ആളുടെ കൂടെ നിൽക്കണ്ടേ, അതല്ലേ നന്മ? അപ്പൊ ഇവിടെ സിബിൻ ഇവിടെ ഗെയിം രീതിയിൽ കളിക്കുന്നുണ്ട്, ശ്രീരേഖ ഇവിടെ ഇമോഷണൽ രീതിയിലാണ് കളിക്കുന്നത്. സിബിൻ പറഞ്ഞു നോ, പവർ കിട്ടുന്ന ആളുടെ കൂടെ നിൽക്കണം. പവർ കിട്ടുന്ന ആളുടെ കൂടെ നിന്ന് കഴിഞ്ഞാൽ ഏറ്റവും നമുക്ക് പോയിന്റ് നമുക്ക് നല്ലതാണ്. അപ്പൊ ജാൻമണി ഓടി തന്നെ കയറി വന്നിട്ട് ഹലോ അൻഷിബ, നീ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? ശ്രീധുവിന്റെ കാര്യം പിന്നെ ചോദിക്കേ വേണ്ട, എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ശ്രീരേഖ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായി സ്വാധീനിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷെ സിബിൻ ഇവിടെ ഒരു കളി കളിക്കുന്നു. ഋഷി എവിടെ? ഋഷി അവരെ കൊണ്ടുപോകത്തേക്ക്. കാര്യം ഋഷി ഒന്നും ഞാൻ ഋഷിനെ ഒരു പാമ്പർ ബേബി ആയിട്ടാണ് വെച്ചേക്കുന്നത്. സത്യമായിട്ടും ഒന്നും ചെയ്യേണ്ട, അവിടെ കൂടെ നിന്നോ, മോൻ ചക്കരമ്മ, മോൻ ഭക്ഷണം വേണോ, തുടച്ചു തരണോ എന്ന് പറഞ്ഞാണ് ജാൻമണിയൊക്കെ ഋഷിയെ നോക്കുന്നത്. ഋഷിയുടെ ഗെയിം താഴോട്ട് പോവുക ചെയ്യുന്നത്. ഋഷി കളിക്കുന്ന, ഋഷി മാറി നിൽക്കുക. സിബിൻ ഒരു കാര്യം ചെയ്തു, ഋഷീനെ ഇങ്ങ് കൊണ്ടുപോവാ, ഋഷീനെ കൊണ്ട് ചെയ്യിപ്പിക്കുക, ക്യാമ്പയിൻ ചെയ്യിപ്പിക്കുക. അപ്പൊ ഋഷി വന്ന് നിന്നു. സിബിൻ വിളിച്ചിട്ട് സിബിന്റെ ഗെയിം ഭയങ്കരമാണ് കേട്ടോ അതിനകത്ത്. ഋഷി വന്ന് നിന്നു. അപ്പൊ അർജുൻ ഇവിടെ ആ സെയിം ടൈമിൽ ഡെന്നിന്റെ അവിടെ പോയിട്ട് നിങ്ങളെ ഒരു ബാർട്ടർ സിസ്റ്റം പോലെയാണ്, ലക്ഷറി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തരാം, നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പോ ജിൻഡോ ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങളുടെ മത്സരത്തിൽ, അതായത് അടുത്ത പവർ ടീം മത്സരത്തിൽ നിങ്ങൾ എടുക്കണം.
നിങ്ങളുടെ കൂടെ മത്സരിക്കാൻ അടുത്ത പ്രാവശ്യം നമ്മളെ എടുക്കണം, നമ്മുടെ ടീമിനെ എടുക്കണം എന്ന് ഡയറക്റ്റാണ് ജിൻഡോ ചോദിച്ചത്. അപ്പോൾ അർജുൻ പെർഫോമൻസ് ബേസ്ഡ് എടുക്കാൻ പറ്റത്തില്ല, പക്ഷെ അഡ്വാൻറ്റേജ് തരാം. ഓക്കെ ശരി. പൂജ ഇവിടെ നന്നായിട്ട് ക്യാമ്പയിൻ ചെയ്യുന്നുണ്ട്. പൂജ പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയുണ്ടോ കിട്ടാത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തരാം, റെക്കഗ്നേഷൻ തരാം എന്ന് പറയാം. അപ്പോൾ സിബിൻ ഞങ്ങൾക്ക് 2 കാര്യങ്ങൾ ഡയറക്റ്റ് വേണം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ നിങ്ങൾ പറയുന്ന നടക്കാത്ത കാര്യങ്ങളാണ്, നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് തന്നെ അറിയത്തില്ല. സോ ലൂസ് ആയിട്ടുള്ള ഇത് വേണ്ട. അത് കഴിഞ്ഞിട്ട് ജാൻ ഇവിടെ ഡെന്നിൻ്റെ അടുത്ത് പോയിട്ട് ജിൻഡോ ചേട്ടാ കൂടെ ഉണ്ടാവില്ലേ, അപ്പോൾ പൂജ എന്തൊക്കെ വേണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു തരാം. സായി പറയുന്നുണ്ട് നമുക്ക് ക്യാപ്റ്റൻസിയിൽ നോമിനേഷൻ വേണമെന്ന് പറയുന്നുണ്ട്. ഇവിടെ അർജുൻ ഡയറക്റ്റ് നെസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ലക്ഷറി ബഡ്ജറ്റ് തരാമെന്ന് പറയുന്നുണ്ട്, നെസ്റ്റിൻ്റെ അടുത്ത്, സിബിൻ്റെ ടീമിൻ്റെ അടുത്ത്. പിന്നെ പറയുന്നത് ക്യാപ്റ്റൻസി, ജയിൽ നോമിനേഷൻ, ഇതിലൊക്കെ നിങ്ങൾക്ക് ഇളവ് തരാമെന്ന് പറയുന്നത്. അപ്പോൾ സിബിൻ പറയും ഇതൊക്കെ ഡീഫോൾട്ടാണ്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, കറക്റ്റായിട്ടുള്ള സാധനം തരണം എന്ന് പറയുന്നു. ഇവിടെ ഡെന്ന് ടണലിൻ്റെ അടുത്ത് പോയിട്ട് ടണൽ ടീമിൻ്റെ ആണ് സ്വാധീനിക്കുന്നത് കൂടുതലും. അപ്പോൾ സായി പറയുന്നുണ്ട് ടണൽ ടീമിൻ്റെ അടുത്ത് നിങ്ങൾ വിധികർത്താക്കളായാൽ നമ്മൾ സെക്കൻഡ് അടിച്ചാലും ഫസ്റ്റ് നിങ്ങൾ തരാൻ പറ്റുമോ, ഡയറക്റ്റ് ഡീലാണ് ചോദിക്കുന്നത്. അപ്പോൾ അവർ കുറച്ച് വിമുഖത കാണിക്കുന്നുണ്ട് ടണൽ ടീം. ശ്രീരേഖ പറയുന്നുണ്ട് ശ്രീതു പറയുന്നുണ്ട് ജിൻഡോ ചേട്ടൻ, ജിൻഡോ ആരുടെ കൂടെയാണോ അവർ ജയിക്കും. സിബിൻ പറയുന്നു ഓഫ് കോഴ്സ്ലി ജയിക്കും, ടണൽ ടീം തന്നെ ജയിക്കും. ഇവിടെ ശ്രീരേഖയും അർജുനും സിബിനും തമ്മിൽ ഒരു വാക്ക് വ്യത്യാസം വരുന്നുണ്ട്. സിബിൻ നന്നായിട്ട് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് ടീമിനെ. സിബിൻ പറയുന്നത് നമ്മൾ ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒരു ഇതുമില്ല, ഉറപ്പിച്ചു. അൻസിബയ്ക്കും അതാണ് ഇഷ്ടക്കാർ, ജാൻമണിയുടെ അൻസിബയ്ക്കും ടണൽ ടീമിനെ ആണ് ചാൻസ്. ഗബ്രീനൊന്നും ആർക്കും ഇഷ്ടമല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടം. അപ്പോൾ ബിഗ് ബോസ് നിങ്ങളുടെ ടീമിനിടയിൽ ഒരാൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അവർക്ക് മാറി നിൽക്കാം. ബിഗ് ബോസ് ഇവിടെ ഗെയിം കളിക്കുന്നുണ്ട്. നോറ പറയാണ് നമുക്ക് ടണൽ ടീമിന്റെ പവർ ടീമിന്റെ കൂടെ നിൽക്കണ്ട, പക്ഷേ പവർ ടീമിനെ നമ്മുടെ കാലിൻ്റെ അടി കൊണ്ടുവരാം. സായും ഈ പോയിന്റ് പറയാണ് നമുക്ക് അവരെ കാലിൻ്റെ അടി കൊണ്ടുവരാം, പക്ഷെ ഇത് നടക്കൂല. പിന്നെ സായി പറയുന്നത് നമ്മുടെ ഔദാര്യത്തിൽ അവർ ജയിക്കുന്നതായിട്ട് കാണിച്ചു കൊടുക്കണം. അതിനാണ് നമ്മൾ പവർ ടീമിനെ സപ്പോർട്ട് ചെയ്യേണ്ടത്. അതായത് നിലവിലെ പവർ ടീമിനെ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ജയിപ്പിക്കും, എന്നിട്ട് നമ്മുടെ ഔദാര്യത്തിൽ അവർ ജയിച്ചതായിട്ട് കാണിച്ചു കൊടുക്കണം. ഇതിനെയാണ് സായി നോറയും ഇതിൽ തന്നെ നിൽക്കുകയാണ്. ജിൻഡോയ്ക്ക് മനസ്സ് വരുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഇല്ല നമ്മൾ അങ്ങനെ തന്നെയാണ്, ജിൻഡോ നിനക്ക് കണ്ടന്റ് വേണോ, ജാൻമണിയും ശരണ്യയും പവർ ടീമിന് പുറത്താണെങ്കിൽ മാത്രമേ നിനക്ക് കണ്ടന്റ് കിട്ടുള്ളൂ, അവർ പവർ ടീമിൽ കയറിയാൽ ജിൻഡോയ്ക്ക് കണ്ടന്റ് കിട്ടൂല എന്ന് പറഞ്ഞ് ജിൻഡോനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ജിൻഡോ ഇല്ല, സായി നോറയും പവർ ടീമിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി തന്നെ നിൽക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ നെഗറ്റീവായിട്ടാണ്, ഓപ്പോസിറ്റ്. അതായത് പക്ഷെ അത് പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നില്ല, പ്രേക്ഷകർക്ക് ഇത് ഇഷ്ടപ്പെടില്ല, പ്രത്യേകിച്ച് സായിൽ നിന്ന്. കാര്യം സായി പറയുന്നത് നമ്മൾ പവർ ടീമിനെ നമ്മുടെ കാലിൻ്റെ അടിയിൽ കൊണ്ടുവരണം, അവരെ കൊണ്ട് നമ്മൾ ചെയ്യിപ്പിക്കണം എന്നുള്ള രീതിയിലാണ് സായി പറയുന്നത്. ഇൻഡയറക്റ്റ് ഗെയിമാണ് സായി ഇവിടെ ഉദ്ദേശിക്കുന്നത്. അവസാനം ബിഗ് ബോസ് ചോദിക്കുകയാണ് ആരാണ് ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് എണീറ്റ് നിൽക്കുന്നു. അപ്പം ബിഗ് ബോസ് അടുത്ത കളി വ്യക്തിപരമായി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം. ഉടനെ തന്നെ ജിൻഡോ ഞാനുണ്ട്, എല്ലാവരും കൈയടിക്കും. ടണൽ ടീം ഉറപ്പിച്ച്, ടണൽ ടീം തന്നെയാണ് അടുത്ത പവർ ടീം. അങ്ങനെ കുഴപ്പമില്ല. അതുകൊണ്ട് ജിൻഡോ അവസാനം കരയാണ്. ജിൻഡോ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരു ഗെയിം ചേഞ്ച് ചെയ്ത് ജിൻഡോ കരയും. കാര്യം ജിൻഡോയ്ക്ക് അറിയില്ല ഓഡിയൻസ് പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ എടുക്കുന്നത് എന്നുള്ളത്. അപ്പോൾ നെഗറ്റീവായിട്ട് ഓഡിയൻസ് എടുക്കുകയാണെങ്കിൽ കുറച്ച് കരച്ചിലങ്ങ് ഇരുന്നോട്ടെ. കാര്യം കരച്ചിലിൽ കുറച്ച് ഓഡിയൻസ് ജിൻഡോയുടെ കൂടെ വരും, ജിൻഡോനെ അറിയാം. അതൊരു സൈക്കോളജിക്കൽ മൂവാണ് ജിൻഡോ ചെയ്യുന്നത്. പുറത്ത് പോസിറ്റീവോ നെഗറ്റീവ് ആയാലും കുഴപ്പമില്ല, ശകലം ഒന്ന് കണ്ണീരിട്ട് കഴിഞ്ഞാൽ ഓഡിയൻസ് കുറച്ചൊന്ന് മാറും, ഓഡിയൻസിന്റെ മനസ്സ് കുറച്ച് അലിയും എന്ന് വിചാരിച്ചാണ് ജിൻഡോ അത് ചെയ്യുന്നത്. ജിൻഡോയുടെ ഗെയിമാണ് ഈ കരച്ചിൽ. സത്യം പറയാം, ജിൻഡോയുടെ പ്യുവർ ഗെയിമാണ്. അത് ജിൻഡോ ഞാനിവിടെ ടണൽ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ജിൻഡോ ഇങ്ങനെ ഇരിക്കൂല. ജിൻഡോ ഉടനെ തന്നെ ഞാൻ കരയാണ്, കാര്യം എനിക്ക് നിങ്ങൾ രണ്ടുപേരും ചെയ്യണമെന്നുണ്ട്. മനസ്സിലായോ? ചിലപ്പോൾ ഒറിജിനലായിട്ട് കരയുന്നത് ആവാം കേട്ടോ. ഞാനിങ്ങനെ അവരുടെ ഇമോഷൻസിനെ ഫേക്ക് ഞാൻ പറയില്ല, കാര്യം ഇമോഷൻസ് ആണ്. നമുക്കൊരിക്കലും ഇമോഷൻസിനെ ഫേക്കായിട്ട് പറയാൻ പറ്റില്ല. ചിലപ്പോൾ റിയൽ ആയിട്ട് വന്നതാവാം, പക്ഷെ ആ ഇമോഷൻ ജിൻഡോയ്ക്ക് പോസിറ്റീവായിട്ടേ വരുള്ളൂ. ജിൻഡോയുടെ കരച്ചിൽ ജിൻഡോയ്ക്ക് പോസിറ്റീവായിട്ടേ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് മിക്കവാറും 99% ടണൽ ടീം തന്നെ കൊണ്ടുപോകും. മത്സരം ആരംഭിക്കാൻ പോവുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.